ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സദ്യയിലൊക്കെ വിളമ്പുന്ന നല്ലൊരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഐറ്റങ്ങൾ ഇതൊക്കെയാണ്: 1 കപ്പ് തിരുമിയ തേങ്ങ, അതുപോലെ 1 കപ്പ് തൈര്. അത് 2 ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. അതുകൂടാതെ നല്ല എരിവുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെയാണ് ആവശ്യമായി വേണ്ടത്. നമുക്കതിന് വേണ്ട കൂട്ട് റെഡിയാക്കാം. ജാറിലോട്ട് 1 കപ്പ് തിരുമിയ തേങ്ങയാണ് എടുത്തത്. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിലോട്ടൊരു 6-7 നല്ല എരിവുള്ള പച്ചമുളകും, അതുകൂടാതെ ഒരു വലിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു 5-6 വെളുത്തുള്ളിയും, കൂടാതെ 1/4 ടീസ്പൂൺ ജീരകവും. 1/4 ടീസ്പൂൺ ജീരകം മതിയാകും. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച തൈര് 1 കപ്പ്, അത് ഞാൻ ബീറ്റ് ചെയ്ത തൈരായിരുന്നു. അത് ഒഴിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ പൊടി ഒരു 2 പിഞ്ച് കൂടെ ചേർക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി. ഇതേ രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി അത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ തിക്കായത് കാരണം അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തു. ഒന്ന് മിക്സാക്കി എടുക്കണം, ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതും ഇതുപോലെ ഒന്ന് മിക്സ് ആക്കണം, എല്ലായിടത്തും ഒരുപോലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർക്കാവുന്നതാണ്. ഷുഗർ ചേർക്കുമ്പോൾ ചെറിയ പുളിയും മധുരവും കൂടെ ആകുമ്പോൾ അത് കൂടുതൽ രുചികരമാവും പുളിശ്ശേരി. ആദ്യം നമുക്ക് കടായി നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുകും, ഒരു 1/2 ടീസ്പൂൺ കടുക് മതിയാവും. എന്നിട്ട് അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 4-5 വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർക്കാം. 1-2 മിനിറ്റ് അത് നല്ല അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിന് ഫ്ലേവർ നല്ല ഇറങ്ങാൻ വേണ്ടിയാണ്. പുളിശ്ശേരിയിൽ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഈ ഉലുവയൊക്കെ ചേർക്കുമ്പോൾ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇതേ രീതിയിൽ 1-2 മിനിറ്റ് നല്ല വറുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ട് അതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി നമുക്കിത് 1-2 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ല രുചികരമായ ഒരു പുളിശ്ശേരിയാണ്. ഒരു തവണ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും. ഇതിനു മുന്നേ മത്തങ്ങ വെച്ചിട്ടുള്ള പുളിശ്ശേരിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ഈ പുളിശ്ശേരി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഈ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, ചെറിയ മധുരം ഉള്ളത് കൊണ്ട്. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ നന്ദി.